നമ്മൾ കഴിക്കുന്ന ഇറച്ചി പപ്സിലും ഷവർമയിലുമൊക്കെ ചേർക്കുന്നത് മോശം ഇറച്ചിയാണോ? അങ്ങനെ കരുതേണ്ട സംഭവങ്ങളാണ് കൊല്ലത്തു നിന്നും പുറത്തു വരുന്നത്. ബേക്കറികളിലെ ബോർമകളിലേക്കും ഹോട്ടലുകളിൽ അൽഫാമും ഷവായിയും ഷവർമയും ഒക്കെ തയ്യാറാക്കാനാണ് ഇറച്ചി കൊണ്ടുവന്നത്. ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന ഇറച്ചിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചു. ഇതോടെ നാട്ടുകാർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികാരികളും പരിശോധന നടത്തി. ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയാണെന്ന് വ്യക്തമായി. മാംസം കൊണ്ടു നടന്ന് വിൽക്കേണ്ട തരത്തിൽ ഫ്രീസർ സംവിധാനങ്ങളോ സുരക്ഷിതമായ രീതിയിലോ ആയിരുന്നില്ല ആ വാഹനത്തിൽ ഈ മാംസം സൂക്ഷിക്കപ്പെട്ടു. ഈ പഞ്ചായത്ത് മേഖലയിലോ മറ്റു മേഖലയിലോ കൊണ്ടുപോയി ഈ മാംസം വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തീരുമാനം ഞങ്ങളുണ്ട്. നേരത്തെ മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഇത് നടന്നുകൊണ്ടിരുന്നിരിക്കാം. ഇന്നാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് പൊതുജനങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടി പോലീസിനെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇറച്ചി കുഴിച്ചുമൂടി. ഇറച്ചി എത്തിച്ച ഓട്ടോ കസ്റ്റഡിയിലെടുത്തു. ഓട്ടോ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. യാതൊരു സുരക്ഷയുമില്ലാതെയായിരുന്നു ഇറച്ചി എത്തിച്ചത്. ഇറച്ചി വിൽക്കാൻ കരാർ എടുത്തയാൾക്കെതിരെയും നടപടി ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.